ഞാൻ ധന്യൻ പീതാസ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിന്നിവിടെ അധ്യാത്മ രാമായണത്തിലെ ഒരു ചെറു സംഭവ കഥയാണ് വിവരിക്കാൻ പോകുന്നത്. സീതാദേവിയെ അസുരരാജാവായ രാവണൻ അപഹരിച്ച് ലങ്കയിലെത്തിച്ചു. സീതാദേവിയെ തിരികെ കൊണ്ടുവരുന്നതിനും രാവണനെ നിഗ്രഹിക്കുന്നതിനുമായി രാമരാവണ യുദ്ധം ആരംഭിച്ചു. രാക്ഷസ വംശത്തെ നശിപ്പിക്കുന്നതിനായി രാമലക്ഷ്മണന്മാരും വാനരപ്പടയും ഒരു ഭാഗത്തും രാവണ സൈന്യം മറുഭാഗത്തും. ഘോര യുദ്ധത്തിൽ രാവണപുത്രനായ ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗത്താൽ വാനരന്മാർ ഒന്നൊന്നായി വീണു. രാമലക്ഷ്മണന്മാരെയും അമ്പെയ്ത് വീഴ്ത്തി. ഈ സമയം ബോധം തെളിഞ്ഞ് കണ്ണു തുറക്കാൻ പ്രയാസപ്പെടുന്ന ജാമ്പവാൻ ഹനുമാനെ അന്വേഷിച്ചു. ഓടിയെത്തിയ ഹനുമാനോട് ഹിമാലയം കടന്ന് കൈലാസപർവ്വതത്തിനടുത്തുള്ള ഋഷഭാതയിൽ പോകാൻ ആവശ്യപ്പെടുന്നു. അവിടെ 4 ദിവ്യൗഷധങ്ങളുണ്ട്. വിശല്യകരണി, സന്താനകരണി, സുവർണകരണി, ഗൃഹസഞ്ജീവനി. ഈ ദിവ്യൗഷധങ്ങൾ വേഗം എത്തിക്കാൻ ഹനുമാനോട് ആവശ്യപ്പെട്ടു. ഹനുമാൻ എല്ലാ വിഘ്നങ്ങളും അതിജീവിച്ച് ഋഷഭാതയിലെത്തി. ദിവ്യൗഷധങ്ങൾ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഹനുമാൻ ഋഷഭാദ്രിയെ തന്നെ പൊക്കിയെടുത്ത് ശ്രീരാമചന്ദ്രന്റെ മുന്നിലെത്തിച്ചു. ഔഷധങ്ങളുടെ കാട്ട് തട്ടിയപ്പോൾ തന്നെ രാമലക്ഷ്മണന്മാരും വാനരപ്പടയും പൂർവ്വസ്ഥിതിയിലായി. ഈ സമയം ശ്രീരാമചന്ദ്രൻ ഈ പർവ്വതം മുൻപിരുന്ന സ്ഥാനത്ത് തന്നെ തിരികെ കൊണ്ട് വയ്ക്കണമെന്ന് ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് ഉപദേശിച്ചു. ഇത് കേട്ട ഹനുമാൻ ആ നിമിഷം തന്നെ പർവ്വതത്തെ പഴയ സ്ഥാനത്ത് കൊണ്ടുവച്ച ശേഷം തിരിച്ചെത്തി. ഇതിൽ നിന്നും നാം പഠിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. കുന്നും മലയും പർവ്വതവും പച്ചപ്പും കാടും എല്ലാം പ്രകൃതിയുടെ വരദാനങ്ങളാണ്. അവയെ അതിന്റെ തനത് രൂപത്തിൽ തന്നെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നാം അവയെ ചൂഷണം ചെയ്യുമ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന മഹത്തായ സന്ദേശവും രാമായണം നമുക്ക് നൽകുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.